Hi friends, welcome to I Choose Kitchen. ഇന്ന് ഞാൻ ബ്രെഡ് പോക്കറ്റ് ഷവർമയാണ് ഉണ്ടാക്കുന്നത്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കാണാം. അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ബ്രെഡ് പോക്കറ്റ് ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ, ക്യാരറ്റ്, കാബേജ്, ക്യാപ്സിക്കം, കുക്കുംബർ, മുട്ട, ബ്രെഡ്, മയോണൈസ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ബ്രെഡ് ക്രംസ്, ഉപ്പ്. ആദ്യം നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വേവിച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. ഇപ്പം ചിക്കൻ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി പൊടിച്ചെടുക്കണം. കൈകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ നന്നായി പൊടിച്ചെടുക്കാം. ഇങ്ങനെ പിച്ചിട്ടാൽ മതി. എന്നിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് പോക്കറ്റ് ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള ബ്രെഡ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് എന്തെങ്കിലും ഇതുപോലത്തെ മൂടിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡിലുള്ളതൊക്കെ എടുത്ത് മാറ്റാം. ഒന്ന് കൊട്ടി കൊടുത്താൽ അത് പോന്നോളും. ഇതുപോലെ ആക്കിയെടുക്കണം. ആ സൈഡൊക്കെ ഇങ്ങനെ ഒട്ടി കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലതും നമുക്ക് ആക്കിയെടുക്കാം. ഈ മാറ്റി വെക്കുന്ന ബ്രെഡ് കൊണ്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 സ്ലൈസ് ബ്രെഡാണ് വേണ്ടത്. ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ നമുക്ക് ഒട്ടി കിട്ടും. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ബാക്കിയുള്ളത് ഞാൻ അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. 7 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടി വന്നത് 14 സ്ലൈസ് ബ്രെഡാണ്. ഇനി ഇത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചിടാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബ്രെഡ് ആദ്യം നമ്മൾ മുട്ടയുടെ മിക്സിയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ പുരട്ടിയെടുക്കാം. വീണ്ടും നമുക്ക് ഒന്നും കൂടി മുട്ടയുടെ മിക്സിയിൽ മുക്കിയെടുക്കാം. എന്നിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിൽ പുരട്ടിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. ആദ്യം മുട്ടയുടെ മിക്സിയിൽ മുക്കാം. ബ്രെഡ് ക്രംസിൽ പുരട്ടിയെടുക്കാം. വീണ്ടും മുട്ടയുടെ മിക്സിയിൽ മുക്കാം. വീണ്ടും ബ്രെഡ് ക്രംസിൽ പുരട്ടിയെടുക്കാം. ഇതുപോലെ എല്ലതും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, കുക്കുംബർ ഇതെല്ലാം ചെറുതായി അരിഞ്ഞെടുക്കണം. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ കൈകൊണ്ട് പൊടിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണിത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. മയോണൈസിൽ ഉപ്പുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. വെജിറ്റബിൾസിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മയോണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് മുറിച്ചെടുക്കാം. ഇപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കേണ്ടത്. ഇതിങ്ങനെ തുറന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഷവർമ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതിലും ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.